നമ്മുടെ പാളയം മാർക്കറ്റിൽ ബലമായി കടകൾ ഒഴിപ്പിക്കുന്നതായി പരാതി. വികസനത്തിന്റെ ഭാഗമായി കടകൾ പൊളിച്ചു മാറ്റുമ്പോൾ ബദൽ സംവിധാനമായി നൽകിയ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യമില്ല എന്നുള്ളതാണ് കച്ചവടക്കാരുടെ പരാതി. പാളയം മാർക്കറ്റിൽ ബലാത്കാരമായി കടകൾ പൊളിച്ച് സാധനങ്ങൾ പുറത്തിടുകയാണ് ഇപ്പോൾ ഇവിടെ. വികസനത്തിന്റെ ഭാഗമായി കടകൾ പൊളിച്ചു മാറ്റുമ്പോൾ നിലവിൽ കച്ചവടക്കാർക്കായി ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കിയിരുന്നു. എന്നാൽ കച്ചവടക്കാർ പറയുന്നത് അവിടെ ആവശ്യത്തിനുള്ള സംവിധാനങ്ങളില്ല എന്നാണ്. വൈദ്യുതി പ്രശ്നം മാത്രമല്ല മാലിന്യ പ്രശ്നമൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. മാലിന്യം കുന്നുകൂടി കിടക്കുന്നതായും ഒക്കെ അവർ പറയുന്നുണ്ട്. അതിനാൽ ഇവർ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ള ഒരു സംവിധാനം ഒരുക്കിയതിനു ശേഷം മാത്രമേ കടകൾ പൊളിച്ചു മാറ്റാവൂ എന്നാണ് കോടതി പറഞ്ഞതെന്നും, എന്നാൽ അതിനെതിരായി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മുന്നേ തന്നെ കടകൾ പൊളിച്ചു മാറ്റുന്നുവെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ഒരിക്കലും ഇതുപോലുള്ള ഒരു നടപടി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മളെല്ലാ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഉൾപ്പെടെ എല്ലാ പരാതി കൊടുക്കാൻ ഇനി ഒരു സ്ഥലമില്ലാത്ത രീതിയിൽ ഈ പാളയം മാർക്കറ്റിലുള്ള എല്ലാവരും പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഒരു ബിൽഡിങ്ങിൽ 202 ഷോപ്പുകൾ അവർ ചെയ്തിട്ടുണ്ട്. അതിന് 4 അടി വീതിയിലുള്ള ഒരു വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനോ അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അതിനകത്തില്ല. ഫുള്ള് അടച്ചുമൂടി കെട്ടിയാണ് ചെയ്തിട്ടുള്ളത്. മലക്കറി കടകൾ 3ാമത്തെ നിലയിലാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ മലക്കറി കട നടത്തുക? ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. ലോഡ് ഇറക്കാനോ കയറ്റാനോ ഒരിക്കലും പറ്റില്ല. മലക്കറി അതായത് അശാസ്ത്രീയമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു വെച്ചത്. ഇതൊരു കുടിസ് മുറികളിലാണ് മാറ്റിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് വിഷയം. നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് തന്നിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറാം. പ്രാദേശികമായിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഒരു ഗുണ്ടായിസം നടത്തുന്നു. അപ്പോൾ അവർ താഴെയുള്ള ഭാഗങ്ങളിലെല്ലാം കടകൾ കെട്ടിയെടുത്തു. സ്വന്തമായിട്ട് കടകൾ പൊതു സ്ഥലത്ത് സ്വന്തമായിട്ട് കടകൾ കെട്ടി ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്പറൊന്നുമില്ല. അനധികൃതമായിട്ട് ഒരുപാട് അഴിമതി ഇതിന്റെ പിന്നിൽ നടക്കണം. നിർബന്ധിച്ച് നാളെ തന്നെ അങ്ങ് മാറണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ മാറണം എന്ന് പറയുന്നത് ഇപ്പൊ നാട്ടെ കോർപ്പറേഷൻ പൂട്ടടിച്ച് പൊളിച്ചിട്ടാ പോയിരിക്കണം. ഞങ്ങൾ എവിടെ കംപ്ലൈന്റ് ഉണ്ട്? കോടതി കംപ്ലൈന്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു, കമ്മീഷന് കൊടുത്തു, DGP കംപ്ലൈന്റ് കൊടുത്തു. ഒരു തീരുമാനമില്ല. കച്ചവടക്കാർ പറയുന്നവർ വികസനത്തിനെതിരല്ലെന്ന്, പക്ഷേ അവരുടെ ജീവിത മാർഗമാണ്, ജീവിത പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധത്തിനൊക്കെ ഇറങ്ങുന്നതെന്നാണ് അവർ പറയുന്നത്. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം സൈബാഷ, മാതൃഭൂമി ന്യൂസ്.